അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തദ്ഖുലൂനൽ ജന്ന ഹത്താ തുഅ്മിനു. നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നതുവരെ. ഏതൊരാളും ആഗ്രഹിക്കുന്നത്, നാം ഇത്രയെല്ലാം കഷ്ടപ്പെടുന്നത് ആ സ്വർഗത്തിലേക്കൊന്ന് കടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നു, സ്വർഗത്തിലേക്ക് ഒരാൾ കടക്കുകയില്ല അവൻ മുഅ്മിനാകുന്നതുവരെ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളല്ലേ? പക്ഷേ മുത്തുനബി പറഞ്ഞ ആ മുഅ്മിൻ ആരാണ്? വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു. നിങ്ങൾ ഒരിക്കലും മുഅ്മിനീങ്ങളാവുകയില്ല ഹത്താ തഹാബ്ബു, പരസ്പരം ഇഷ്ടപ്പെടുന്നതുവരെ, പരസ്പരം സ്നേഹം കാണിക്കുന്നതുവരെ നിങ്ങൾ ഒരാളും മുഅ്മിനീങ്ങളാവുകയില്ല. വലിയൊരു വിഷയമാണ്, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ മുഅ്മിനായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുഅ്മിനാണോ അവനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, സ്വഭാവമാണ് എല്ലാവരോടും സ്നേഹമെന്നുള്ളത്, എല്ലാവരോടും ഇഷ്ടം എന്നുള്ളത്. ആരോടും വൈരാഗ്യമില്ല, ആരോടും ദേഷ്യമില്ല, ആരോട് ചതിയില്ല. ഇങ്ങോട്ട് ആരെന്തക്രമിച്ചാലും അവരോടെല്ലാം അവന് പൊരുത്തമാണ്. അങ്ങനെ തമ്മിൽ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ മുഅ്മിനാവുകയില്ല. ആ ഗുണം ഉള്ളവനെ കുറിച്ച് മാത്രമേ മുഅ്മിൻ എന്ന് മുത്തുനബി വിശേഷിപ്പിക്കുന്നുള്ളൂ. പക്ഷേ എന്നിട്ട് പറയുന്നു, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബതും. എന്നാൽ നിങ്ങളോടൊരു കാര്യം പറയട്ടെ സ്വഹാബ. മുത്തനബി വളരെ ഗൗരവത്തോടു കൂടെ പറയുന്നതാണ്. എന്താ പറഞ്ഞത്? ഒരാൾ മൂമിനാകുന്നതുവരെ സ്വർഗത്തിൽ കിടക്കൂല. മൂമിനിങ്ങളാകണമെങ്കിലോ തമ്മിൽ ഇഷ്ടപ്പെടുന്നവരാകണം. എന്നിട്ട് മുത്തനബി ഒരു കാര്യം പറയാണ്, തമ്മിൽ ഇഷ്ടപ്പെടാൻ, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടാകാൻ, ഒരിക്കലും നിങ്ങളെ തമ്മിൽ വൈരാഗ്യം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ തമ്മിൽ സലാമിനെ പറത്തുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ നിസ്സാരതയോടുകൂടെ പലപ്പോഴും നാം കാണുന്നൊരു വിഷയമാണ്. അതായത് ഒരു മുഅ്മിനെ കാണുമ്പോൾ സലാം പറയുക എന്നുള്ളത് അതെന്താണ്? തമ്മിൽ സ്നേഹം കൂടാൻ അത് കാരണമാകുന്നു എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കാരോടാണ് സ്നേഹമുണ്ടാകേണ്ടത്, ഇഷ്ടമുണ്ടാകേണ്ടത്? അവിടെയെല്ലാം നാം ധാരാളം സലാം ചൊല്ലുന്നവരാകണം. നമ്മുടെ കുടുംബത്തിൽ ഭാര്യമക്കൾ തമ്മിലുള്ള സ്നേഹം കൂടണമെങ്കിൽ, അതേ മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള സ്നേഹം കൂടണമെങ്കിൽ, അതേ അയൽവാസികളും കുടുംബമായി കൂട്ടുകാരുമായി അങ്ങനെ ആരോടെല്ലാം നമുക്ക് സ്നേഹമുണ്ടാകണം. അവിടെയെല്ലാം നമുക്ക് വേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് തമ്മിൽ അങ്ങോട്ട് സലാം പറയുക, മടക്കുക. ഈ പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹം ഇട്ടുതരും, ഹുബ്ബ് ഇട്ടുതരും. ഗൗരവമുള്ള ഒരു വിഷയമാണ് സലാം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. ആരെ കണ്ടാലും പുഞ്ചിരിച്ചുകൊണ്ടും സലാം പറയുന്നൊരു പതിവ് നമുക്കുണ്ടാകണം. എല്ലാവരോടും നമുക്ക് സ്നേഹമുണ്ടാകും, എല്ലാവർക്കും നമ്മളോടും സ്നേഹമുണ്ടാകും. ഈ കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത്. അത്രമാത്രം ഗൗരവമാണ് സലാം പറയുക എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ഇസ്ലാമിൽ വെച്ച് ഏറ്റവും പോരിശുള്ള പ്രവൃത്തി എന്താണ് നബിയെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചപ്പോൾ അവിടെ മുത്തുനബി ഒരു 3 കാര്യം, വളരെ പ്രധാനമേറിയ ഒരു 3 കാര്യം മുത്തുനബി അദ്ദേഹത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിലും ഒരു കാര്യം മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തത്, നിങ്ങൾ ധാരാളം സലാം ചൊല്ലുന്നവരാകുക, അങ്ങോട്ടിങ്ങോട്ട് സലാം ചൊല്ലുക, മടക്കുക. ഇതാണ് ഇസ്ലാമിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത എന്ന് മുത്തുനബി പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ മനസ്സിലാക്കണം, ഇസ്ലാമിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. അതിലൊരു മൂന്ന് കാര്യം മുത്തുനബി പറയുമ്പോൾ അതിൽ ഗൗരവത്തോടു കൂടെ മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തത്, മനസ്സിലാക്കി കൊടുത്തത് സലാമിനെ കുറിച്ചാണ്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത് എത്ര മഹത്വമാണ് സലാമിന് മുത്തുനബി കണ്ടത് എന്ന്.
ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സലാസൻ, ഒരു 3 കാര്യം ഒരാളിലുണ്ടെങ്കിൽ ഖദ് ജമഅൽ ഈമാന, അവനിക്ക് ഈമാനുണ്ട് എന്ന് പറയാൻ പറ്റും. അവിടെയും ഒരു 3 കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുമ്പോൾ അവിടെയും ആദ്യമായിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തന്നത് സലാം അധികരിപ്പിക്കുക. ഏതൊരു മുഅ്മിനെ കാണുമ്പോൾ സലാം ചൊല്ലുന്നവനാവുക, അത് വലിയൊരു ഈമാനിന്റെ ഭാഗമാണെന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാണ്. ഗൗരവമേറിയ ഒരു ഹദീസ് കാണാം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് മുത്തനബി ഒരു ദിവസം പറയുന്നത് കാണാം, യാ ബുനയ്യ, ഓ അനസെ, ഓ കുഞ്ഞുമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. എന്തൊരു വാക്കാണ്! നീ എന്നും വീട്ടിലേക്ക് കടക്കുമ്പോൾ നിന്റെ അഹ്ലിക്കാരോട്, കുടുംബക്കാരോട് നീ സലാം ചൊല്ലുക. അതാണ് നിന്റെ വീട്ടിൽ ഏറ്റവും ബറക്കത്തുണ്ടാകാൻ നിനക്കും നിന്റെ കുടുംബത്തിനും അത് വലിയ കാരണമാകുമെന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കണം. ഇതിൽ മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ മുത്തനബി പഠിപ്പിച്ച അനസ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുത്ത വലിയൊരു കാര്യമാണ് വീട്ടിൽ മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടിങ്ങോട്ട്, അതേ കുടുംബക്കാർ അങ്ങോട്ടിങ്ങോട്ട് സലാമ് ചൊല്ലുന്നവരാകണം. അതിൽ യാതൊരു മടി കാണിക്കാൻ പാടില്ല. അങ്ങനെ ചൊല്ലുന്നവരാണെങ്കിൽ തീർച്ചയായും അതിൽ വലിയ ബറക്കത്തുണ്ടാകും. നമ്മളെ വീട്ടിൽ ബറക്കത്ത് ഒരു നിലക്ക് കുറയാനും കാരണം അത് തന്നെയാണ്. പലപ്പോഴും മാതാപിതാക്കളും മക്കളും അങ്ങോട്ടിങ്ങോട്ട് സലാം ചൊല്ലാൻ എന്തോ ഒരു മടി കാണിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടിങ്ങോട്ട് സലാം ചൊല്ലാൻ മടക്കൽ എന്തോ മടി കാണിക്കുന്നുണ്ട്. അതല്ല, അങ്ങോട്ടിങ്ങോട്ട് സലാം ചൊല്ലുന്നവരാകണം. തീർച്ചയായും മുത്തുനബി അനസ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചതായ ആ ബർക്കത്ത് നമ്മൾക്കും നമ്മളെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാകും. അതല്ലേ മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത്. പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.